ആയുർവേദത്തിൽ ചികിത്സകളെല്ലാം തന്നെ ത്രിദോഷങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ചെയ്യാറുള്ളത്. ത്രിദോഷങ്ങളെന്ന് പറയുന്നത് വാതം, പിത്തം, കഫം. ഇതിൽ തന്നെ ഓരോ പ്രായത്തിലും പ്രൊഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ദോഷമുണ്ട്. കുട്ടികളിലാണ് കഫം പ്രൊഡോമിനൻ്റ് ആയിട്ട് നിൽക്കുക. അതുകൊണ്ട് തന്നെ കഫോപദ്രവങ്ങളെല്ലാം കൂടുതലും കുട്ടികളിലാണ്. ചുമ, കഫക്കെട്ട്, ചൊറി, ചിരങ്ങ് ഇതെല്ലാം കുട്ടികളിലാണ് കൂടുതലായിട്ടും ഉണ്ടാവുക. അതുപോലെ തന്നെ പിത്തം പ്രൊഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് മധ്യവയസ്സാണ്. ആ സമയത്താണ് നമുക്ക് ദഹന പ്രശ്നങ്ങൾ കൂടുതലായിട്ടും അസിഡിറ്റി, പൊളിച്ചുകെട്ടൽ, കോൺസ്റ്റിപ്പേഷൻ ഇതെല്ലാം കൂടുതലായിട്ടും ബാധിക്കുന്നത് മധ്യവയസ്കരിലാണ്. വാദം പ്രഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന പ്രായമെന്ന് പറയുന്നത് ഓൾഡ് ഏജ് ആണ്. അതുകൊണ്ട് തന്നെ ആർത്രൈറ്റിസ് മുതലായ വാദവ്യാധികളെല്ലാം തന്നെ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരിലാണ് കൂടുതലായിട്ടും ബാധിക്കുക. അതുപോലെ ഒരു ദിവസത്തെ നമ്മൾ കണക്കാക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് തരംതിരിക്കാം. കഫം പ്രഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ദിവസത്തെ സമയം എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് ആണ്. ആ സമയത്താണ് നമുക്ക് ചൊറി, ചിരങ്ങ് ഒക്കെ ചൊറിച്ചിൽ കൂടുതലായിട്ട് കാണുക. വെളുപ്പാങ്കാലാകുമ്പോൾ കുട്ടികൾ ഭയങ്കരമായിട്ട് കിടന്ന് ചൊറി. അതുപോലെ തന്നെ കഫക്കെട്ടൊക്കെ ഉള്ളവർക്ക് രാവിലെയാണ് ശ്വാസം മുട്ടലൊക്കെ കൂടുതലായിട്ട് കാണിക്കുക. ഉച്ച സമയത്താണ് പിത്തം പ്രഡോമിനൻ്റ് ആയിട്ട് നടക്കുന്ന സമയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പൊളിച്ചുകെട്ടലും ദഹന പ്രശ്നങ്ങളും ഒക്കെ കൂടുതലായിട്ട് കാണുന്നത് ഉച്ച സമയത്താണ്. ഉച്ചയോടടുക്കുന്ന ഒരു 11 മണി നേരം തൊട്ട് ഉള്ള ഒരു സമയത്താണ് നമുക്ക് ദഹന പ്രശ്നങ്ങൾ കൂടുതലായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുക. അതുപോലെ വാദം പ്രഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് വൈകുന്നേരം, രാത്രിയാണ്. ആ ഒരു സമയത്താണ് നമുക്ക് വാദവ്യാധികൾ മൂലമുള്ള വേദനകൾ കൂടുതലായിട്ട് നമ്മളെ ബാധിക്കുന്നത്. ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, രാത്രി ഉറക്കം കിട്ടില്ല. ആ ഒരു ബുദ്ധിമുട്ട് കാരണം അത് വാദം വർദ്ധിച്ചിരിക്കുന്ന സമയം രാത്രി ആയതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ത്രിദോഷങ്ങളെ നമ്മുടെ ദിവസത്തെ അടിസ്ഥാനമാക്കിയും പ്രായത്തെ അടിസ്ഥാനമാക്കിയും തരംതിരിച്ച് ചികിത്സയിൽ അത് പ്രയോജനപ്പെടുത്തുന്നത്.